ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Sabifoodstoriesലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് അടുക്കള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ എനിക്കെപ്പോഴും പണി എളുപ്പമായിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ എനിക്കിന്ന് 2 സ്പൈസി ചിക്കൻ കേക്കും പിന്നെ 2 സ്വീറ്റ് ക്യാരറ്റ് ഗ്രേറ്റഡ് പോളയും പിന്നെ ബട്ടർഫ്ലൈ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട മൊത്തം ഇൻഗ്രീഡിയൻസും ഞാൻ സ്റ്റോർ റൂമിൽ നിന്നും ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ടൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചിക്കൻ കേക്കിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ആദ്യം കുക്കറിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്തേക്കും ചിക്കൻ വെന്ത് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻഗ്രീഡിയൻസ് ഒരു വട്ടം തന്നെ നമ്മൾ ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരിക. വീണ്ടും നമ്മൾ എടുക്കാൻ പോയാൽ ടൈമും അവിടെ വേസ്റ്റ് ആവും. പിന്നെ നമുക്കതൊരു വലിയൊരു പാടും പണിയുമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പൊതുവേ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കട്ട് ചെയ്യും മുന്നേ നമുക്ക് ചിക്കൻ അവിടെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കനൊക്കെ മസാലയൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതവിടെ കുക്കറിലേക്ക് വെച്ച് അടുപ്പിലേക്ക് വെച്ച് അപ്പോൾ ഇതൊക്കെ ചിക്കൻ കുക്കറിലേക്ക് വെച്ചപ്പോഴുള്ള ഇതാണ്. അപ്പോൾ ആ പാത്രമൊന്നും പിന്നത്തേക്ക് വെക്കരുത്, ആ സ്പോട്ടിൽ തന്നെ കഴുകി വെക്കുക. അപ്പോൾ നമ്മളെ പണിയൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും വാഷ് ബേസിൽ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഈ പാത്രങ്ങൾ കൂടി നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഒരു വലിയ മെനയായിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും. അപ്പോൾ നമ്മൾ കഴുകാനൊക്കെ എന്തായാലും ഇടയ്ക്ക് വരും. അപ്പോൾ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതവിടെ കഴുകി വെക്കുക. അപ്പോൾ ഇത് ബട്ടർഫ്ലൈ ചിക്കന് വേണ്ടിയിട്ടുള്ള ബോൺലെസ് പീസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അത് നന്നായി കഴുകി ഇതിലേക്ക് മസാലയൊക്കെ പുരട്ടി വെക്കണം. ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കണം. നല്ല ടേസ്റ്റിയായ ബട്ടർഫ്ലൈ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് പണി ഈസിയായി തോന്നാറുണ്ട്. നമ്മൾ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുന്നേ നമ്മൾ എന്താണ് ഉണ്ടാക്കുക, എന്താണ് കറി വെക്കുക, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, എന്താണ് അതിന് കറി വെക്കുക, അതൊക്കെ മുന്നേ തന്നെ ഒരു ഇത് വേണം ഉണ്ടാക്കാനുള്ള. ആദ്യം നമ്മളെ മനസ്സിൽ ഒരു ചിന്ത വേണം. കടലക്കറി ഉണ്ടാക്കുന്നത് അത് തലേന്നേ മൈൻഡിലുണ്ടാവണം. പിന്നെ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിൽ നമുക്ക് പണി കുറച്ചും കൂടി ഈസിയാവും. ഞാനിതുപോലെ 1 മാസത്തോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ ഒന്ന് തക്കാളി എടുക്കാൻ പോയി, പിന്നെ പച്ചമുളക് എടുക്കാൻ പോയി. ഇതൊക്കെ നമുക്ക് കൂടുതൽ പണിയാണ്. നമ്മളെ പണി പെട്ടെന്നൊന്നും കഴിയില്ല. പിന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയല്ലേ പൊടികളൊക്കെ വെക്കുക. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കഴുകാറുള്ളത്. നന്നായി ഒരു വട്ടം കുറച്ച് പ്രില്ല് ഉപയോഗിക്കും, പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കും. അതാണ് ഞാൻ കഴുകിയെടുക്കുന്ന രീതി. തക്കാളി ആയാലും പച്ചമുളകായാലും എല്ലാം ഞാൻ അതുപോലെയാണ് കഴുകിയെടുക്കാറുള്ളത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ വിനാഗിരിയും ഉപ്പിലും ഇട്ട് വെക്കും. പിന്നെ നാടൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കാറാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കട്ടിങ് പരിപാടികളൊക്കെ അങ്ങ് തീർത്ത് വെക്കണം. പിന്നെ നമ്മൾ എന്ത് കട്ട് ചെയ്യുമ്പോഴും അത് കൗണ്ടർ ടോപ്പിലിടാതെ ഒരു പാത്രത്തിൽ വേസ്റ്റൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ വീണ്ടും അത് നിലത്ത് തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതെടുത്ത് പാത്രത്തിലാക്കി വേസ്റ്റിലേക്ക് ഇടുമ്പോൾ അതും ഒരു സമയം നഷ്ടമാണ്. അപ്പോൾ നമ്മൾ
തക്കാളീൻ്റെ ആയാലും സവാളേൻ്റെ ആയാലും ഉരുളക്കിഴങ്ങിൻ്റെ ആയാലും എല്ലാ വേസ്റ്റും ഒരു പാത്രം എടുത്ത് വെച്ച് അതിലിട്ട് വെക്കുക. നമ്മളൊന്നും നിലത്തിടരുത്. അപ്പം വീണ്ടും നമുക്കത് അതിൽ നിന്നെടുത്ത് പിന്നെ നമുക്ക് അതൊരു പാടായിരിക്കും. നമ്മൾ വേസ്റ്റ് ഇടാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിൽ സവാളേൻ്റെ വേസ്റ്റും ഉരുളക്കിഴങ്ങിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ നമ്മളെ പണികളൊക്കെ എളുപ്പമാകും. പിന്നെ പാത്രങ്ങളൊന്നും ഞാൻ കൂട്ടി വെക്കാറില്ല. ഓരോരോ പണി ഒരുക്കുമ്പോഴും നമ്മൾ ഇടയ്ക്ക് കഴുകിയൊക്കെ കഴുകാൻ പോകുമ്പോൾ അപ്പോൾ അവിടെ പാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകി വെക്കും. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ കുക്കറിലേക്ക് വെച്ചു. അപ്പോൾ ഉണ്ടായ പാത്രം ഫുള്ളായിട്ട് കഴുകി വെച്ചു. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കിതുപോലെ നിങ്ങളോട് സംസാരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിങ്ങും നടക്കും, നിങ്ങളോട് സംസാരിക്കുക ചെയ്യുക, കുറച്ച് ടിപ്സ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാനിത് ഉമ്മാൻ്റെ അനിയത്തീൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനാക്കുന്ന ചിക്കൻ കേക്കും ക്യാരറ്റ് പോളയൊക്കെയാണ്. ഇത് ക്യാരറ്റ് ഗ്രേപ്പ് പോളയാണ്. ക്യാരറ്റ് അരച്ചിട്ടും വേവിച്ചിട്ട് അരച്ചിട്ടും പോള ഉണ്ടാക്കും. പക്ഷെ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇതത്ര സോഫ്റ്റ് അല്ല. നമ്മൾ കായ്പോളയൊക്കെ തിന്നുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇതിവിടെ ഉണ്ടായ പച്ചമുളകാണ് കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. നല്ല എരിവുണ്ട് ഈ പച്ചമുളകിന്. അപ്പം വീട്ടിലുണ്ടായ പച്ചമുളകാണിത്. അപ്പോൾ ചിക്കൻ കേക്ക് നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ കട്ടിങ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എല്ലാം ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള പണി ഈസിയാവും. പിന്നെ എല്ലാ പണിയും കഴിയുന്നത് വരെ പാത്രം കഴുകാനായി മാറ്റി വെക്കരുത്. അപ്പോൾ ഉള്ള പാത്രം അപ്പോൾ തന്നെ കഴുകി വെക്കുക. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞ് ഇപ്പോൾ ഇത് ആവശ്യമില്ല, പക്ഷെങ്കിൽ ഞാൻ ഇതിപ്പം കട്ട് ചെയ്ത് വെക്കുന്നതാണ് തൊലി കളഞ്ഞിട്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് വെക്കും. അപ്പം ഞാൻ ഈ ബട്ടർഫ്ലൈ ചിക്കൻ ഇപ്പോൾ റെഡിയാക്കുന്നില്ല, കാരണം അത് ചൂടോടെ കഴിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാനതെല്ലാം റെഡിയാക്കിയിട്ട് അങ്ങ് കൊടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ക്യാരറ്റിൻ്റെ മുകളിലുള്ള തൊലിയൊന്നും കളയണം. അതും ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്താൽ നമ്മളെ കട്ടിങ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അടുക്കളയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി വളരെ എളുപ്പമാക്കാം. അത്ര പനിയൊന്നും കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ നമ്മൾ പിറ്റേന്ന് ബിരിയാണിയൊക്കെ വെക്കാൻ തീരുമാനിച്ചാൽ തലേന്ന് തന്നെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മാറ്റി വെക്കുക. പിന്നെ തലേന്ന് രാവിലെ എല്ലാം ഒരു വട്ടം തന്നെ എടുത്ത് വീണ്ടും എടുക്കാതെ നമ്മൾ ഉണ്ടാക്കേണ്ട സാധനമൊക്കെ ഒറ്റ പ്രാവശ്യം തന്നെ കൊണ്ടുവന്നാൽ നമ്മളെ പണി എളുപ്പമാക്കാം. ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ കറുത്തു പോവില്ലേ. അപ്പോൾ ഇനി ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്ത് പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ കട്ടിങ്ങിൻ്റെ പണിയൊക്കെ അവിടെ കഴിയും. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് പോള കായ്പോള ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ അതിന് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയായ പോളയാണ്. അപ്പോൾ ഈ ക്യാപ്സിക്കവും ചിക്കൻ കേക്കിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്താൽ നമ്മളെ ചിക്കൻ കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോഴേക്കും ചിക്കൻ വെന്ത് കിട്ടും. ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വിസിലിൻ്റെ
വെയിറ്റ് പോകാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കട്ടിങ് പരിപാടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇവിടെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 10 മുട്ടക്കാണ് പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ വാഷ് ബേസിൽ അത്ര പാത്രമൊന്നുമില്ല, എല്ലാം ഞാൻ ആ സമയത്ത് തന്നെ കഴുകി വെക്കുന്നുണ്ട്, അത്ര വലിയ ബുദ്ധിമുട്ട് ഇല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാത്രം കൂടി നിൽക്കുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. ഞാൻ അപ്പോൾ തന്നെ കഴുകി വെക്കാറാണുള്ളത്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ വെന്തു. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ഇനി ഇത് ചെറുതായി ചൂടാറിയാലാണ് ഞാൻ കൈകൊണ്ട് തന്നെ പിച്ചെടുക്കാറാണ്. ഞാൻ പൊതുവേ മിക്സിയിലിട്ട് ചിക്കൻ പൊടിച്ചെടുക്കാറില്ല. ചിക്കനായാലും ബീഫായാലും കൈകൊണ്ടാണ് പൊടിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇത് ചെറിയ ചൂടോടെ പൊടിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പം ചിക്കനായാലും ബീഫായാലും തണുക്കാനായി കാത്തു നിന്നാൽ പിന്നെ നമുക്ക് കൈകൊണ്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് അവിടെ മസാലയെല്ലാം ഉണ്ടാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഈ കുക്കറും ഞാൻ അവിടെ വെക്കില്ല. ചിക്കൻ കുറച്ച് ചൂടാറുന്നവരെ അതവിടെ മാറ്റി വെച്ച് കുക്കർ അവിടെ കഴുകി വെക്കുക. പിന്നെയും നമ്മളെ പണി തീരാൻ വേണ്ടി കാത്തിരിക്കരുത്. അപ്പോഴാണ് നമുക്ക് വലിയ പാടായി തോന്നുക. ഞാൻ പൊതുവേ ചെയ്യുന്ന പണിയാണിത്. ഒരു ഭാഗത്ത് ഫുഡ് ഉണ്ടാക്കും, ഒരു ഭാഗത്ത് കട്ട് ചെയ്യും, ഒരു ഭാഗത്ത് കൈ കഴുകാൻ വരുന്ന ആവശ്യമുണ്ടാവും. ആ സമയത്ത് ഇതുപോലെ പാത്രങ്ങൾ കഴുകി വെക്കും. അപ്പോൾ തന്നെ പാത്രം കഴുകി വെക്കില്ല. അപ്പോൾ പിന്നെ ആ പണി അവിടെ തീരുമല്ലോ. ഞാനെല്ലാം കഴുകി വെച്ചു. അപ്പോൾ ഇനി ഇത് തുടച്ച് വെച്ചിട്ടാണ് ഉള്ളിലേക്ക് വെക്കാറുള്ളത്. എല്ലാ പാത്രവും ഒന്ന് തുടച്ച് വെക്കും. ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ പണിയേ ഉള്ളൂ. കട്ടിങ്ങും കാര്യങ്ങളും വാഷ് ബേസും ഒക്കെ ക്ലീനാണ്. കണ്ടില്ലേ, ചിലവർ പണി കഴിയാൻ കാത്തിരിക്കും. എല്ലാ പണിയും കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് പാത്രമൊക്കെ ഇവിടെ കൂട്ടി വെച്ച് കാത്തിരിക്കും. അപ്പോൾ എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്കപ്പോൾ ഇവിടെ ക്ലീനും ഈ സ്ഥലം ഇതുപോലെ ഫ്രീ ആയിട്ട് കാണണം. അതാണ് എനിക്കിഷ്ടം. ഈ വാഷ് ബേസിൻ്റെ ഉള്ളിലൊന്നും കച്ചറ ഉണ്ടാകുന്നതും എനിക്കിഷ്ടമല്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിംഗ് പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പണി എളുപ്പമാക്കാം. അപ്പോൾ നമ്മൾ കായ്പോള ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടായാൽ ഇതിനെ ഒന്ന് വാട്ടിയെടുത്ത് മാറ്റി വെക്കണം തണുക്കാൻ. നമ്മൾ പഴം വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ, കായ്പോളൊക്കെ പഴം വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ അതവിടെ വാട്ടി മാറ്റി വെക്കും. പിന്നെ ഞാൻ കായ്പോളൊക്കെ ചെയ്ത പോലെ തന്നെ മിൽക്ക് മേഡും പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് ഈ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി തണുത്ത ക്യാരറ്റ്, നമ്മൾ വഴറ്റി വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് ഇത് 2 ബാച്ചായിട്ട് ഒഴിച്ചിട്ടാണ് പോള ഉണ്ടാക്കുന്നത്. നല്ല കായ്പോള പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള പോളയാണ്. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കില്ല. അപ്പോൾ അതേ പാനിൽ തന്നെ പകുതി ഒഴിച്ചിട്ടാണ് പോള റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പോള ഉണ്ടാക്കിയിട്ടില്ലേ, തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി പോളയാണ്. അപ്പോൾ ഈ പോള റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അടിച്ചു വരാൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരോ പണി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബട്ടർഫ്ലൈ ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നില്ല, ഇത് അവിടെ കൊണ്ടുപോയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് തണുത്ത കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോടെ കഴിക്കേണ്ട ഒരു സാധനമാണ് ബട്ടർഫ്ലൈ ചിക്കൻ ഫ്രൈ.
അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ പോളയൊക്കെ ഇവിടെ റെഡിയായി. ഒരു 15 മിനിറ്റ് ഈ പോള റെഡിയാകാൻ വേണ്ടു. അപ്പോൾ പോള റെഡിയായി. പിന്നെ ചിക്കൻ കേക്കും ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ചിക്കൻ കേക്കാണ്. അപ്പോൾ ചിക്കൻ കേക്കൊന്ന് റെഡിയായി, പോളയെല്ലാം റെഡിയായി. ഈ പോള റെഡിയാകുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ പണിയൊക്കെ ഒരുക്കി എൻ്റെ കുളി വരെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഒരു മടുപ്പും ഇല്ലാതെ നമുക്ക് പണികളൊക്കെ തീർക്കാം. പോളയാകാൻ 15 മിനിറ്റിൻ്റെ ടൈമുള്ള സമയത്ത് ഞാൻ അടിച്ചു വരാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് കുളിക്കാനും പോയി. എൻ്റെ പണികളൊക്കെ ഒരുക്കി. ഇനി ഇതൊക്കെ കൊണ്ടുപോകണം. ഇതൊക്കെ എനിക്ക് കവർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഈ ടിപ്സും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.